കിടക്കുക? കിടക്കും അമ്മ. ആഹാ, അത് കൊള്ളാം. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നേരം വെളുത്തതല്ലേ ഉള്ളൂ അമ്മ. എന്തിനാ ഇപ്പൊ ഈ കൊച്ചു എളുപ്പം കാലത്ത് എഴുന്നേക്കുന്നെ? ഇടി മണ്ടി, പോത്തുപോലെ കിടന്നുറങ്ങാതെ പോയി എണീക്ക്. അമ്മ, അമ്മക്കിത് എന്തു പറ്റേ? വട്ടു പിടിച്ചോ? എടി, നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കയ്യിലെടുക്കണോ? അങ്ങനെ കയ്യിലെടുക്കണമെങ്കിൽ ഇതുപോലെ പോത്തുപോലെ കിടന്നുറങ്ങിയാ പറ്റൂല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ വീട്ടിലെ കാര്യങ്ങൾ ആരും പറയാതെ നീ കണ്ടറിഞ്ഞ് ചെയ്യണം. എങ്കിലേ അവർക്ക് നിന്നോട് മതിപ്പുണ്ടാവൂ, നിന്നെ അംഗീകരിക്കൂ. ഇല്ലെങ്കിലേ ആ ദേവിക ചെന്ന് എല്ലാം ചെയ്യട്ടെ, എന്നിട്ട് എല്ലാവർക്കും അവളോട് മതിപ്പ് കൂടട്ടെ. നിന്നെ ആരും അംഗീകരിക്കണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത്. അതുകൊണ്ട് മോൾ അമ്മ പറയുന്നതൊന്ന് കേക്ക്. നല്ല കുട്ടിയായി കുളിച്ച് ശുദ്ധി വരുത്തി നേരെ അടുക്കളയിലോട്ട് ചെല്ല്. എന്റെ മോള് മോശക്കാരിയല്ലെന്ന് ആ വീട്ടുകാരൊന്ന് അറിയട്ടെ. വേഗം ചെല്ലു മോളെ. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചെല്ലാം. വേഗം ആവട്ടെ, അമ്മ പിന്നീട് വിളിക്കാവേ. ശരി. കുട്ടന് ചായ കൊടുത്ത് കുട്ടനെ വിളിച്ചുണർത്താം. ഇത് കൊള്ളാലോ, എന്റെ ജോലി ഈസിയായി. ദേവികച്ചുണ്ടാക്കിയ ചായ ആയിരിക്കും. അതെന്തായാലും ഇങ്ങനെ വെച്ചിട്ട് പോയത് എനിക്ക് ഉപകാരമായി. ദേവികച്ച് വരുന്നതിന് മുമ്പ് ഇതെടുത്ത് എല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് തട്ടിവിടാം. ഇന്നിവിടെ ഞാൻ സ്കോർ ചെയ്യും. മുത്തശ്ശിക്ക് തന്നെ ചായ കൊടുക്കാം. ഈ ചായയിലൂടെ എനിക്ക് മുത്തശ്ശിയുടെ മനസ്സിലേക്ക് കയറി പറ്റണം. മുത്തശ്ശി. മോളോ, ഇങ്ങ് വാ. ഇതാ മുത്തശ്ശി ചായ. അല്ല, ഇന്ന് മോളാണോ ചായ ഉണ്ടാക്കി? നീ നേരത്തെ എഴുന്നേറ്റോ? ഞാനും ഉണ്ടാക്കിയത് മുത്തശ്ശി. വീട്ടിലായാലും ഞാൻ തന്നെയാ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നത്. ചായ മാത്രമല്ല, കാപ്പിയും ഊണും അത്താഴവും എല്ലാം ഞാൻ തന്നെയാ ഉണ്ടാക്കുന്നത്. ആഹാ, കൊള്ളാലോ. ഇപ്പൊ ഇതല്ലേ എന്റെ വീട്. അപ്പോ എന്റെ വീട്ടില് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ മുത്തശ്ശി. അല്ല, മുത്തശ്ശി ചായ കുടിച്ചില്ലല്ലോ, ചൂടാറിപ്പോവും. ചായ എങ്ങനെയുണ്ട് മുത്തശ്ശി? മുത്തശ്ശിയുടെ കടുപ്പവും മധുരമൊന്നും എനിക്ക് അറിയില്ല. നന്നായിട്ടില്ല അല്ലേ? അയ്യോ, നന്നായിട്ടുണ്ട് മോളെ. കടുപ്പവും മധുരവും ഒക്കെ എന്റെ അളവിന് കൃത്യ. അല്ല, ഇതാരെങ്കിലും പറഞ്ഞു തന്നതാണോ? ഏയ്, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഞാൻ എന്റെ ഒരു ഊഹത്തിന്. അത് ശരി. എന്തായാലും ചായ ഉഗ്രൻ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു, മിടുക്കി. ഞാൻ കരുതിയത് ദേവിക ചായയായിട്ട് വരുമെന്ന. പക്ഷേ നീ അവളെ കടത്തി വെട്ടി മോളെ. നീ ആള് കേമി തന്നെ. അപ്പൊ സംഗതി ഏറ്റു തുടങ്ങി. ഇനി ഇവിടെ എന്റെ ഭരണമാണ്.
കുട്ടാ കുട്ടാ കുട്ട എഴുന്നേറ്റ് ചായ കുടിക്കണ്ടേ? ആരാ? നീ ആരാ? നീ ആരാന്ന്? കുട്ടാ ഞാൻ ഏത് കുട്ടൻ? എന്ത് കുട്ടൻ? എന്നെ കുട്ടാന്ന് വിളിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് പരിചയമുള്ളത്? ഞാനൊന്ന് പറയട്ടെ. താനെന്തിനിപ്പോ എന്റെ മുറിയിൽ വന്നത്? പറ. അത് എന്തിനെ മുറിയിൽ വന്ന്? കുട്ടൻ ഞാൻ കുട്ടന്റെ മാലാഖയാ. മാലാഖേ? ഏത് മാലാഖ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയെ? അയ്യോ, കുട്ടനെല്ലാം മറന്നുപോയോ? എനിക്കൊരു മറവില്ല. മറവി പറ്റിയത് തനിക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്റെ മുറി കയറിയിരിക്കണത്. കുട്ടൻ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആരോട് ചോദിച്ചിട്ടാ എന്റെ മുറി കയറിയിരിക്കണേന്ന്? അയ്യേ, കരച്ചിലൊന്നും എനിക്ക് വേണ്ട. ഇറങ്ങി. എന്റെ മുറിന്ന് ഇറങ്ങാൻ. ഇറങ്ങാൻ. ഓഹോ, ഇറങ്ങിപ്പോകാൻ പറയുമ്പോ ഇവിടെ നേരാണോ? തന്നെ കൂടെ ആരാ കയറ്റി വിട്ടത്? ഞാൻ ചോദിക്കട്ടെ. അയ്യോ കുട്ടൻ ഞാൻ പറയുന്നത്. അമ്മേ, കുട്ട അച്ഛാ, അമ്മേ, അച്ഛാ, അച്ഛന്ന് ഇറങ്ങി വാ. അമ്മ എവിടെയാ? അച്ഛാ, അമ്മയൊന്ന് ഇറങ്ങി വാ. സിദ്ധു, എന്താ സിദ്ധു? എന്താ പറ്റിയേ? എന്തിനാ നീ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ? സിദ്ധു, മോനെ എന്താ ഉണ്ടായത്? ഇവരൊക്കെ ആരാ? ഇവരൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. എന്താണ് സംഭവിക്കണം അമ്മേ? ചോദിച്ചത് കേട്ടില്ല. ഇവരൊക്കെ ആരാന്ന്? രാവിലെ ഉറക്കത്തിൽ എണീറ്റ് കണ്ണു തുറന്നപ്പോ കണ്ണ് ദേ ഈ നിൽക്കുന്ന പെൺകുട്ടിയാ. ഇവൾക്ക് എന്താ എന്റെ ബെഡ്റൂമിൽ കാര്യം? നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടാത്തേ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്താ ദേവിയെ, എന്താ കുട്ടന് പറ്റിയേ? അറിയില്ല മാഡം. ഞാനിപ്പോ ചായ വീട്ടിൽ ചെന്ന് കുട്ടനെ വിളിച്ചുണർത്തിയതാ. കുട്ടൻ എന്നെ മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് കണ്ണു തുറന്നുടനെ ചോദിച്ചത്. അപ്പോ കുട്ടന് വീണ്ടും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അയ്യോ ഈശ്വര, എന്റെ കുട്ടന്റെ അസുഖം മാറിയോ? ദൈവമേ, ഇവൻ ഓർമ്മ കിട്ടിയ നമ്മള് പെടുവല്ലോ. നിങ്ങളെന്താ പരസ്പരം അങ്ങോട്ടും പറയുന്നത്? എന്താ സംഭവിച്ചെന്ന് എന്നോട് കൂടി പറ. ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. മോളെ നീ വാ. സിദ്ധു, ഇത് ദേവിക. ദേവിക നിന്റെ ഭാര്യ. ഭാര്യ? ഈ നിൽക്കുന്ന പെൺകുട്ടി എന്റെ ഭാര്യയോ?
അമ്മ എന്തേ പറയണേ? ഞാൻ പറയുന്നത് മോൻ കേൾക്ക്. ഈ കുട്ടി എങ്ങനെ എന്റെ ഭാര്യയോ? ഭാര്യ എന്നങ്ങനെ പറഞ്ഞ ഉടനെ ഭാര്യയാവുക? അതിന് ഞാൻ ഇവളുടെ എഴുതി താലി കെട്ടണ്ടേ? താലി കെട്ടിയല്ലോ. ദേ, ഇതാണ് മോൻ ദേവികയുടെ കഴുത്തിൽ കെട്ടിയ താലി. ഞാനെപ്പോഴാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയേ? ഇന്നലെയായിരുന്നു മോനും ദേവികയായിട്ടുള്ള വിവാഹം നടന്നത്. ഏട്ടാ, ഏട്ടന്റെ വിവാഹം മാത്രമല്ല, എന്റെ വിവാഹം ഇന്നലെ തന്നെ ആയിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരേ മുഹൂർത്തത്തിൽ തന്നെ ആയിരുന്നു. ദാ, ഈ നിൽക്കുന്ന അഞ്ജതിയാണ് എന്റെ ഭാര്യ. എൻ്റെ വിവാഹം കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞതായിരുന്നു കേട്ടോ. ചേട്ടനും അതിൽ പങ്കെടുത്തതാ. പക്ഷേ ചേട്ടനതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇവളാ എൻ്റെ ഭാര്യ ഗോപിക. ഇല്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരെയും താലിയും കെട്ടിയിട്ടില്ല. സിദ്ധു മോനെ, നീ നടങ്ങടാ. നിന്റെ മനസ്സൊന്ന് ശാന്തമാക്കടാ. അമ്മേ, ഞാൻ താലി കെട്ടുകയാണെങ്കിൽ അതവളെ മാത്രമായിരിക്കും. എന്റെ ശില്പേ, എന്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതവള് മാത്രമായിരിക്കും. ശില്പ. മോനെ സിദ്ധു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരും എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. ഞാൻ താലി കെട്ടാത്ത പെണ്ണിനെ താലി കെട്ടിന്ന് പറഞ്ഞ് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട ഇവിടെ ആരും. മോനെ സിദ്ധു. വേണ്ട മുത്തശ്ശി, ഈ നാടകത്തിന് മുത്തശ്ശിയും കൂടി കൂട്ടു വെക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആരും ചെവിക്കൊണ്ടില്ലല്ലോ. ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാന്ന് എനിക്ക് അറിയായിരുന്നു. എന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ. ഒന്ന് നാവടക്ക് ഗോപിയെ. ദേ സിദ്ധു, നീ ഒന്ന് സമാധാനിക്ക്, മനസ്സിനെ ഒന്ന് നിയന്ത്രിക്ക്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറി താമസിക്കണവളെ, ഇവൾ ആരായാലും എന്തായാലും ശരി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എടാ, ഇവളിവിടെ നാടകം കളിക്കുന്നൊന്നുമല്ല. ആചാരമര്യാദ പ്രകാരം നിന്നെ കൊണ്ട് താലി കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണാ ഇവള്. ദേ, ഇവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മോൻ മനസ്സമാധാനത്തോടെ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഒരു വിശദീകരണം ഇനി ഈ കാര്യത്തിൽ വേണ്ട. ശില്പയല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല.
ഇറങ്ങ്. ഇറങ്ങാൻ. അമ്മേ, മുത്തശ്ശി, ഇവളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറ. ഇറങ്ങാൻ പറയാൻ. എടാ നീ ഒന്ന് അടങ്ങ. ഇല്ല, ഇവളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയേ തീരൂ. സിദ്ധു, ഹരിയേട്ടാ, എന്തായാലും ഇനി നമ്മളായിട്ട് അവളെ പുറത്താക്കാൻ കഷ്ടപ്പെടണ്ട. സിദ്ധുവായിട്ട് തന്നെ അത് ചെയ്തോളൂ. സിദ്ധു, നീ ഒന്ന് അടങ്ങടാ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക്. അമ്മ, എനിക്ക് ഒന്നും കേക്കണ്ട. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാൻ പറ്റണല്ലേ? ഇറങ്ങിവിടുന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പോവാൻ. ചേച്ചി, ചേച്ചി.